Welcome to BioSolutions. ഞാൻ വിപിൻ മബറ്റ. നമ്മൾ എയ്ത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്തിനെക്കുറിച്ചാണ് പ്രോസസ്സ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സായ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സ് മനുഷ്യൻ്റെ കേസിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. മനുഷ്യൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം മനുഷ്യനിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്നും ആ സെക്ഷൽ റീപ്രൊഡക്ഷന് രണ്ട് പാർട്ടിസിപ്പൻസ് ആവശ്യമാണെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ രണ്ട് പാർട്ടിസിപ്പൻസ് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളും പിന്നെ രണ്ടാമതായിട്ട് മെയിൽ ഗ്യാമേറ്റ് അല്ലേ, മെയിൽ ഗ്യാമേറ്റായ സ്പേമിനെ കുറിച്ചും സ്പേമിൻ്റെ സ്ട്രക്ചറും സ്പേമിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ഡ്യൂട്ടിയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പം റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മെയിൽ പാർട്ട്ണർ വളരെ അത്യാവശ്യമാണ്. മെയിൽ പാർട്ട്ണറിൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഭാഗങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളോടൊപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് അടുത്ത ടോപ്പിക്കാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, സോ today's class we are going to discuss about female reproductive system. Okay, so here we are going to discuss about female reproductive system, and also today we are going to discuss about female gamete called ovum. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളും അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫീമെയിൽ ഗ്യാമേറ്റായ ഓവത്തെക്കുറിച്ചും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. രണ്ട് ഓവറീസ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും. ഓക്കെ, രണ്ട് സ്ഫെറിക്കൽ ബോഡി ലൈക്ക് സ്ട്രക്ചറാണ് ഓവറീസ്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഒരു ഫീമെയിൽ ബോഡിയിലെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ കാണുന്ന രണ്ട് ഓവറികളാണ് എന്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടാവും. എ പെയർ ഓഫ് ഓവറീസ് ആർ പ്രസൻറ്റ് ജസ്റ്റ് ലൈക്ക് ടെസ്റ്റിസ്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് ഉള്ളതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഓവറി. ഓക്കെ, അപ്പോൾ രണ്ട് ഓവറീസ് കാണും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ആ രണ്ട് ഓവറീസും കാണുക അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലാണ്. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള രണ്ട് ഓവറീസാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ. ഇനി ഈ രണ്ട് ഓവറീസിന് പുറമെ വേറെയും കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഓവറീസ്. ഈ രണ്ട് ഓവറികളുടെയും ഡ്യൂട്ടി എന്താണ്? അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ടെസ്റ്റിസ് ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ രണ്ട് ടെസ്റ്റിസ് ഉണ്ട്. ആ ടെസ്റ്റിസിനെ പോലെ തന്നെയാണ് ഓവറിയും. ദ ഡ്യൂട്ടീസ് ആർ ഓൾസോ സിമിലർ ടു ടെസ്റ്റിസ്. ടെസ്റ്റിസുമായി ബന്ധപ്പെട്ട ടെസ്റ്റിസിൻ്റെ അതേ ഡ്യൂട്ടീസ് തന്നെ, ടെസ്റ്റിസിൻ്റെ അതേപോലെയുള്ള ഡ്യൂട്ടി തന്നെയാണ് ഓവറീസിനുള്ളത്. ഓവറീസ് നീഡ് ടു പെർഫോം ടു ഡ്യൂട്ടീസ്. ഓവറീസിന് രണ്ട് ഡ്യൂട്ടിയാണ് പെർഫോം ചെയ്യാനുള്ളത്. ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്. ഓക്കെ, ഫീമെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡക്ഷന് സഹായിക്കുക എന്നുള്ളതാണ് ഓവറിയുടെ ഒരു ഡ്യൂട്ടി. ഓക്കെ, ആൻഡ് ദാറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഈസ് കോൾഡ് ഓവം. നമ്മൾ മെയിൽ ഗ്യാമേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മെയിൽ ഗ്യാമേറ്റാണ് സ്പേം. മെയിൽ ഗ്യാമേറ്റ് സ്പേം ആണ്. ഫീമെയിൽ ഗ്യാമേറ്റാണ് ഓവം. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഓവറി. ഓവറിക്ക് രണ്ട് ഡ്യൂട്ടീസ് ആണുള്ളത്. ഒന്നാമത്തെ ഡ്യൂട്ടിയാണ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഫീമെയിൽ ഗ്യാമേറ്റ് കോൾഡ് ഓവം. ഓക്കെ, ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓവറിയുടെ ഒരു ഡ്യൂട്ടി.
ഓക്കെ. ഇനി മെച്വേർഡായ ഓവം ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും. ദാറ്റ്സ് കോൾഡ് ഓവുലേഷൻ. So what do you mean by ovulation? Ovulation is nothing but it is a process through matured ovum released from ovary. Okay, ഓവറിയിൽ നിന്നും മെച്വേർഡ് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവുലേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം മാറിപ്പോയത് ഓവവും ഓവുലേഷനും കേട്ടോ. ഓവം എന്ന് പറഞ്ഞാൽ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമേറ്റ് ആണ് ഓവം. മെച്വേർഡായ ഓവത്തെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറിയുടെ ഒരു ഡ്യൂട്ടി. എന്ത്? ഫീമെയിൽ ഗ്യാമേറ്റായ ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, മെച്വേർഡ് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ഇത് കൂടാതെ ജസ്റ്റ് ലൈക്ക് ടെസ്റ്റിസിന് രണ്ട് ഡ്യൂട്ടി ആയിരുന്നുള്ളത്. ഒന്ന് മെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അടുത്ത മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സിമിലർ ഡ്യൂട്ടിയാണ് ഓവറിക്കുമുള്ളത്. ലൈക്ക് വൺ ഫീമെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫീമെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ് ഓവറിയുടെ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഓക്കെ, ഫീമെയിൽ സെക്ഷൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് തന്നെയാണ് ഓവറിയാണ്. ഓക്കെ, ഇനി ഏതാണ് ഫീമെയിൽ സെക്സ് ഹോർമോൺ? മെയിൽസിൻ്റെ കേസിൽ ഒരൊറ്റ ഹോർമോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ടെസ്റ്റോസ്റ്റിറോൺ. പക്ഷെ ഫീമെയിൽ ബോഡിയിലേക്ക് വരുമ്പോൾ ഫീമെയിൽ ബോഡിയിൽ ഓവം രണ്ട് സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദ ഓവറി പ്രൊഡ്യൂസ് 2 സെക്സ് ഹോർമോൺസ് ഇൻ ഫീമെയിൽ ബോഡി. ആ രണ്ട് സെക്സ് ഹോർമോൺസിൻ്റെ പേര് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മെയിൽ സെക്സ് ഹോർമോൺ അല്ലേ, മെയിൽ സെക്സ് ഹോർമോണിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഫീമെയിൽ ബോഡിയിലേക്ക് വരുമ്പോൾ രണ്ട് സെക്സ് ഹോർമോൺസ് ഉണ്ട്. അത് ഒന്നാമത്തെ സെക്സ് ഹോർമോണാണ് ഈസ്ട്രജൻ. ഓക്കെ, രണ്ട് സെക്സ് ഹോർമോണാണ്, ഒന്ന് ഈസ്ട്രജനും രണ്ടാമത്തത് പ്രൊജസ്റ്റിറോൺ. ഓക്കെ, അപ്പോൾ രണ്ട് സെക്സ് ഹോർമോണാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുക, ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. അപ്പോൾ ഇത് രണ്ടുമാണ് ഓവറിയുടെ ഡ്യൂട്ടി. ഒന്ന് ഫീമെയിൽ ഗ്യാമേറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുക, രണ്ട് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയ ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് ഓവം. എ പെയർ ഓഫ് ഓവം ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി and ovum need to perform 2 duties. One, ovary need to perform 2 duties. First duty is ovary is producing female gamete called ovum, and the second duty is it produces female sex hormones called estrogen and progesterone. Okay, ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഈ രണ്ട് ഓവറിയിൽ നിന്നും ഒരു ട്യൂബ് പോലുള്ള ഭാഗം ഉണ്ടാവും. ഓക്കെ, ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഫലോപ്പിയൻ ട്യൂബ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്, ഓവിഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ്. സോ ഇറ്റ് ഇസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് സ്റ്റാർട്ട് ഫ്രം ബോത്ത് ഓവറി. രണ്ട് ഓവറിയിൽ നിന്നും ആരംഭിക്കുന്ന ട്യൂബ് പോലെയുള്ള ഭാഗമാണിത് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ്. ഓക്കെ, രണ്ട് ഡ്യൂട്ടീസാണുള്ളത്. ഫലോപ്പിയൻ ട്യൂബിന് രണ്ട് ഡ്യൂട്ടീസാണുള്ളത്. ഒന്നാമത്തെ ഡ്യൂട്ടി, ഇവിടെ ഓവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം, ഈ ഓവത്തെ എന്ത് ചെയ്യുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗമാണ് യൂട്രസ്. നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ യൂട്രസിലേക്ക് ഇവിടെ ഓവറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവത്തെ യൂട്രസിലേക്ക് ക്യാരി ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബാണ്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. എന്താണ് ഡ്യൂട്ടി? ദ ഓവം റീച്ച് യൂട്രസ് ഫ്രം ഓവറി ത്രൂ ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ,
ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ് എന്ത് ചെയ്യുക, ഓവം എവിടേക്ക് എത്തുക, നമ്മുടെ യൂട്രസിലേക്ക് മൂവ് ചെയ്യുക. ഇതാണ് ഒരു ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി ദ ഫെർട്ടിലൈസേഷൻ ഇസ് ടേക്സ് പ്ലേസ് അറ്റ് ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. എന്താണ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ പറഞ്ഞതാണ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുന്ന, ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇവിടെ മെയിൽ ഗ്യാമേറ്റ് സ്പേം, ഫീമെയിൽ ഗ്യാമേറ്റ് ഓവം. ഈ ഓവവും സ്പേമും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഫെർട്ടിലൈസേഷൻ. ആ ഫെർട്ടിലൈസേഷൻ നടക്കുക എവിടെ വെച്ചിട്ടാണ്, ഈ ഓവിഡക്റ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഡ്യൂട്ടി. ഒന്ന്, ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ് ഓവം എന്ത് ചെയ്യുക, ഓവറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഓവം യൂട്രസിലേക്ക് മൂവ് ചെയ്യുക. രണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുക എവിടെ വെച്ചിട്ടാണ്, ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫലോപ്പിയൻ ട്യൂബ്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ഭാഗമാണ് യൂട്രസ്. ഓക്കെ, യൂട്രസ് ഈസ് എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ബാഗ് പോലെയുള്ള ഭാഗമാണ് യൂട്രസ്. അവിടെ വെച്ചിട്ടാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദ തേർഡ് പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് യൂട്രസ്. യൂട്രസ് ഈസ് എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഫ്രം വേർ ദ ഗ്രോത്ത് ഓഫ് ഫീറ്റസ് അറിയാലോ, ഗർഭസ്ഥ ശിശു അല്ലേ. ദ ഗ്രോത്ത് ഓഫ് ഫീറ്റസ് കംപ്ലീറ്റ്സ് അറ്റ് യൂട്രസിൽ വെച്ചിട്ടാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് എ തേർഡ് പാർട്ട് യൂട്രസ്. യൂട്രസ് എന്ന ഒരു ബാഗ് പോലെയുള്ള ഭാഗമാണ്. ആ ബാഗ് പോലെയുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുക, നമ്മുടെ എംബ്രിയോയുടെ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് യൂട്രസിൻ്റെ ഇന്നർ വാള്. യൂട്രസിൻ്റെ ഉൾഭാഗത്ത് ഒരു തിക്കായിട്ടുള്ളൊരു വാൾ ഉണ്ടാവും, ഒരു ലെയർ ഉണ്ടാവും. ദാറ്റ് തിക്ക് ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഓക്കെ, ഇതാണ് എന്ത്, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നാലാമത്തെ ഭാഗം, എൻഡോമെട്രിയം. സോ വാട്ട് യു മീൻ ബൈ എൻഡോമെട്രിയം? Endometrium is nothing but is a thick layer present on the inner wall of uterus. യൂട്രസിൻ്റെ ഇന്നർ വാളിൽ ഉൾഭിത്തിയിൽ കാണുന്ന ഒരു വളരെ തിക്കായിട്ടുള്ള ഒരു മെംബ്രെയിനാണ്, ഒരു തിക്ക് കോട്ടിംഗ് ആണ് എൻഡോമെട്രിയം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫീറ്റസ്, യൂട്രസിനുള്ളിലാണ് ഫീറ്റസ് വളരുക എന്ന് പറഞ്ഞു. യൂട്രസിൽ ഈ എൻഡോമെട്രിയുമായി അഡ്ഹിയർ ചെയ്തിട്ട്, അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് വളരാം. ഓക്കെ, സോ ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോ ഓർ ഫീറ്റസ് കംപ്ലീറ്റ്സ് ബൈ അഡ്ഹിയറിങ് ഓർ ബൈ അറ്റാച്ചിങ് വിത്ത് എൻഡോമെട്രിയം. എൻഡോമെട്രിയുമായി എൻഡോമെട്രിയത്തിന് മുകളിൽ പറ്റി പിടിച്ചിട്ടാണ് എന്ത് നടക്കുക, അവിടെ ഇതിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫോർത്ത് പാർട്ട് ഓഫ് എൻഡോമെട്രിയം. അപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. യൂട്രസിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന തിക്ക് ലെയറാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് അല്ലെ അഡ്ഹിയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഫീറ്റസ് ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് എന്ത്, യൂട്രസിൻ്റെ അടുത്ത ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അടുത്ത ഭാഗമാണ് വജൈന. ഓക്കെ, വജൈന. സോ വജൈന എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, വജൈന ഇസ് ദ ഓപ്പണിംഗ് ഓഫ് യൂട്രസ് ഇൻ ടു ഔട്ട്സൈഡ് ദ ബോഡി. ബോഡിയുടെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് എന്ത്, വജൈന. ഓക്കെ, യൂട്രസ് ബോഡിക്ക് പുറത്തേക്ക് തുറക്കുന്ന ഒരു സ്ലിറ്റാണ്, ഒരു ഓപ്പണിംഗ് ആണ് എന്ത്, വജൈന. സോ വജൈന ഇസ് ദ ഓപ്പണിംഗ് ഓഫ് യൂട്രസ് ഇൻ ടു ഔട്ട്സൈഡ് ദ ബോഡി. ബോഡിക്ക് പുറത്തേക്കുള്ള ഒരു ഓപ്പണിങ്ങിനെ വിളിക്കുന്ന, യൂട്രസിൻ്റെ ബോഡിക്ക് പുറത്തേക്കുള്ള ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് വജൈന. ഓക്കെ, ഈ വജൈനയിലൂടെയാണ് എന്ത് ചെയ്യുക, മെയിൽ ഗ്യാമേറ്റ് സ്പേം ഇതിനുള്ളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു പെനിസിൻ്റെ ഡ്യൂട്ടി അല്ലേ. പെനിസ് എന്ത് ചെയ്യും, പെനിസാണ് എന്ത് ചെയ്യുന്നത്, വജൈനയിലേക്ക് സ്പേമിനെ ഡിപ്പോസിറ്റ് ചെയ്യുക
അല്ലേ? അപ്പോൾ വജേന ഡ്യൂട്ടി എന്താണ്? ത്രൂ വജേന ദ മെയിൽ ഗ്യാമേറ്റ് കോൾഡ് സ്പേം ഡിപ്പോസിറ്റഡ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് സ്പേമിനെ ഡിപ്പോസിറ്റ് ചെയ്യുക വജേനയിലൂടെയാണ്. ഇതാണ് ഒരു ഡ്യൂട്ടി. ഇത് കൂടാതെ ഒരു ഡ്യൂട്ടി കൂടി ഉണ്ട്. ഡ്യൂറിങ് ഡെലിവറി സമയത്ത്, പ്രസവ സമയത്ത് കുട്ടി പുറത്തേക്ക് വരിക വജേനയിലൂടെയാണ്. Okay, so vagina need to perform two duties. One, the sperm, the male gamete called sperm, reach inside the female body through vagina, and also the child comes out of the body during delivery is also through vagina. Okay, vagina male gamete sperm female body like deposit ചെയ്യുന്നത്. ഇത് കൂടാതെ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി, പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരികയും വജൈനയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ളത്. ഒന്ന് ഓവറിയാണ്. ഓവറി, അബ്ഡോമിനൽ ക്യാവിറ്റി ഉള്ളിൽ കാണുന്ന 2 ഓവറീസ് ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഫീമെയിൽ ഗ്യാമേറ്റ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫീമെയിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഓവറിയാണ്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ യൂട്രസിലേക്ക് ക്യാരി ചെയ്യുന്ന ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവി ഡക്റ്റ് എന്ന് വിളിക്കും, അല്ലേ? അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. പിന്നെ പറഞ്ഞെന്താണ്? യൂട്രസ് ആണ്. യൂട്രസ് എന്ന് പറഞ്ഞാൽ ബാഗ് പോലുള്ള ഭാഗമാണ്. അവിടെയാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത എൻഡോമെട്രിയമാണ്. യൂട്രസിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന തിക്ക് മെംബ്രെയിനാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് പാർട്ടാണ് വജൈന. വജൈന എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രസിൻ്റെ ഓപ്പണിംഗ് ആണ്. ബോഡിക്ക് പുറത്തേക്കുള്ള യൂട്രസിൻ്റെ ഓപ്പണിംഗ് ആണ് വജൈന. പ്രധാനമായിട്ടും വജൈന 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, വജൈനയിലൂടെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ സ്പേം, മെയിൽ ഗ്യാമേറ്റ് സ്പേം ഫീമെയിൽ ബോഡിയിലേക്ക് എത്തുക. അതുകൂടാതെ തന്നെ ഈ വജൈനയിലൂടെ തന്നെയാണ് കുഞ്ഞ് പുറത്തേക്ക് വരിക ഡെലിവറി ടൈമിന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഓവത്തെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓവം, ഫീമെയിൽ ഗ്യാമേറ്റായ ഓവത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള 1-2 കാര്യം നമുക്കറിയാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനുള്ളത് ഓവം എന്ന് പറയുന്നത് സ്പേമിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. സ്പേം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഫീമെയിൽ ബോഡിയിൽ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഓവം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ വളരെ കുറവാണ് കമ്പയർ ടു സ്പേം. ഓക്കെ, ഓൺലി 1 ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ മന്ത്. ഒരു മാസം ഒരു ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ സ്പേം നമുക്കറിയാം മൈക്രോസ്കോപ്പിക് ആണ്, കുഞ്ഞു സ്പേം ആണ്. പക്ഷേ കമ്പയർ ടു സ്പേം ഓവം ഈസ് ലാർജ്. ഓക്കെ, വലിയ ഓവമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്പേമും ഓവം നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഒന്ന് ഞാൻ പറഞ്ഞ സ്പേമിന് എണ്ണം കൂടുതലായിരിക്കും, ഓവം എണ്ണം കുറവായിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഡിഫറൻസ്, സ്പേം എന്തായിരിക്കും? മൈക്രോസ്കോപ്പിക് ആണ്, കുഞ്ഞാണ്, സ്മോൾ ആണ്, അല്ലേ? പക്ഷെ ഓവം വരുമ്പോൾ കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ സെക്കൻഡ് ഡിഫറൻസ്. സ്പേം ഈസ് മൈക്രോസ്കോപ്പിക് ബട്ട് ഓവം ഈസ് ലിറ്റിൽ ബിറ്റ് ലാർജർ ദാൻ സ്പേം. ഓക്കെ, അടുത്ത മോട്ടിലിറ്റിയെ കുറിച്ചാണ്. എബിലിറ്റി ടു മൂവ്. നമുക്കറിയാം സ്പേമിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ ഓവത്തിന് മൂവ് ചെയ്യാൻ കഴിവില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ തേർഡ് ഡിഫറൻസ്. സ്പേം ആർ മോട്ടൈൽ or they are able to move but the ovum can't move. പിന്നെ എങ്ങനെയാണ് ഈ ഓവം ഇവിടേക്ക് വരുന്നത്? ഈ ഓവറി ഉണ്ടാക്കുന്ന ഓവം യൂട്രസിലേക്ക് വരുന്നില്ലേ? അതെങ്ങനെയാണ്? ഓവം മൂവ് ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാമെന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഓവിഡക്റ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും, തട്ടി കൊണ്ടുപോകും. അപ്പോൾ ഈ ഓവത്തിനെ തട്ടി കൊണ്ടുവരും ചേട്ടോ. അല്ല, ഓവത്തിന് എന്ത് ചെയ്യാനുള്ള കഴിവില്ല. ഓവം കാൺറ്റ് മൂവ്. ഓക്കെ, ഓവത്തിന് സ്വയം മൂവ് ചെയ്യാനുള്ള കഴിവില്ല. ആ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള സ്പെഷ്യലൈസ്ഡ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ, സീലിയ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക?
ഓവത്തെ യൂട്രസിലേക്ക് എത്തിക്കുക കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? ഓവത്തിന് എന്ത് കഴിവില്ല? മൂവ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. പക്ഷേ സ്പേമിനുണ്ട്. നമ്മൾ മോർഫോളജി നോക്കുകയാണെങ്കിൽ, അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, സ്പേമിൻ്റെ സ്ട്രക്ചർ നമ്മൾ കറക്റ്റായിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഹെഡ് പോർഷൻ ഉണ്ടാവും, ഒരു മിഡിൽ പീസ് അല്ലെങ്കിൽ നെക്ക് ഉണ്ടാവും, ഒരു ടെയിൽ പോർഷൻ ഉണ്ടാവും. പക്ഷേ ഓവത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓവം ഒരു സിമ്പിൾ സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്. ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ് ഓവത്തിന് ഉണ്ടാവുക. ഒരു വട്ടത്തിലൊരു സാധനമായിരിക്കും, അതിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, സെൽ മെംബ്രെയിൻ. ഈ ഓവത്തിൻ്റെ പ്രത്യേകത, സെൽ മെംബ്രെയിന് ചുറ്റുമുള്ള സെൽ മെംബ്രെയിന് ചുറ്റും ഒരു തിക്ക് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഓവത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓവത്തിന് സെൽ മെംബ്രെയിന് പുറമെ ഒരു തിക്ക് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ കൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവവും സ്പേമും തമ്മിലെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, സ്പേമിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷെ ഓവം മാസത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ട്, സ്പേം എന്തായിരിക്കും? മൈക്രോസ്കോപ്പിക് ആണ്, പക്ഷെ ഓവം ലിറ്റിൽ ബിറ്റ് ലാർജറാണ്, കുറച്ചുകൂടെ വലുതാണ് ഓവം. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? സ്പേമിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്, മോട്ടൈലാണ്. പക്ഷേ ഓവമാകുമ്പോൾ നോൺ മോട്ടൈലാണ്, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. ഓക്കെ, പിന്നെ അവസാനം മോർഫോളജിയാണ് പറഞ്ഞത്, സ്ട്രക്ചറാണ്. മോർഫോളജിയാണ് സ്ട്രക്ചർ കേട്ടോ. സ്പേമിൻ്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഓവം എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ഫെറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ ഓവത്തിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായി, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായി. നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. അതായത് സ്പേം ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനി സ്പേം എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ ഓവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആവശ്യം വരും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, so അതുവരെ ഇറ്റ്സ് മീ വിപിൻ മാമ്പറ്റ. ബൈ.